നല്ലൊരു ടീം വർക്കിലൂടെയാണ് ഇത് ഇത്രയും ഭംഗിയാക്കി തന്നത്. എൻ്റെ പേര് അനസ്, ഇതെൻ്റെ ഭാര്യ റിസാന, ഇതെൻ്റെ മൂത്ത മകൻ സിനാൻ, ഇത് രണ്ടാമത്തെ മകൻ അഫ്നാൻ, ഇത് മൂന്നാമത്തെ മകൻ ഏസാൻ, ഇത് നാലാമത്തെ മിൽഹാൻ. പ്രോപ്പർലി ഞങ്ങൾ എടപ്പള്ളി തന്നെയാണ്. ഒരു വീട് വെക്കാൻ ആഗ്രഹിച്ചു, അങ്ങനെ ഒരു വീട് വന്ന് അപ്പോൾ ഇൻറ്റീരിയറായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴേക്കും നമ്മുടെ തസ്ലീക്കിനായിട്ട് ബന്ധപ്പെട്ട് നല്ല പ്ലാനിങ്ങിലൂടെയാണ് തസ്ലീക്ക് ഇത് ചെയ്തു തന്നേക്കുന്നത്. ആറേക്കെ ടീമിനെ പറയുമ്പോൾ തസ്ലീക്കിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, തസ്ലീക്കിൻ്റെ കോവർക്കേഴ്സ് അവരെയാണ് പറയേണ്ടത്. സിജിൽ, സൂപ്പർവൈസർ സിജിൽ, പിന്നെ ഡിസൈൻ ഫയാസ്, ഫ്രണ്ട് ഓഫീസില ജിദിൻ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറയണമെങ്കിൽ നല്ലതായിട്ട് തന്നെ പറയണം. അതിനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഉമേഷ് ഉണ്ട്, മനു ഉണ്ട്. അങ്ങനെ ഒരു ടീം വർക്കിലൂടെയാണ് ഇത് ഇത്രയും ഭംഗിയാക്കി തന്നത്. നമുക്ക് കുറച്ച് ഐഡിയാസൊക്കെ ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സലീഹയായിട്ടും തസ്ലീക്കായിട്ടും നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ആദ്യം തന്നെ ഒരു 3D സെറ്റ് ചെയ്ത് തന്നു. നമ്മൾ 3D കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഏകദേശം വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ അത് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഇതിലേക്ക് തന്നെ വരും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെയാണോ 3D കിട്ടിയത് അതേപോലെ തന്നെ നന്നായിട്ട് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കിച്ചണിലും എനിക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ അതിനെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ അതേപോലെ തന്നെ എനിക്ക് ആ ഒരു ഏരിയ കംപ്ലീറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അത് സെറ്റ് ചെയ്ത് അത് ഭംഗിയായിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ട് അവർ. എല്ലാം നല്ല ഓക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. കളർ കോമ്പിനേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ടീമിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയാസ് നമ്മുടെ അറിവിൽ വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണെങ്കിലും അത് അവർ കേട്ട് കഴിയുമ്പോൾ അത് എത്രത്തോളം വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൽ വന്ന ഇഷ്യൂസ് എന്തായിരിക്കും, അപ്പോൾ അത് കുറച്ചുകൂടെ ബെറ്റർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, അതൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് പ്രത്യേകം അങ്ങനെ നമ്മളെയും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് അത് ഫൈനലിൽ നല്ലൊരു ഇതിലേക്ക് എത്തിക്കാനായിട്ട് അവർ നല്ലോണം ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ സജഷൻസ് ഒക്കെ കേട്ടെങ്കിലും അവരുടെ ഐഡിയാസും കൂടെ ഷെയർ ചെയ്ത് തന്ന് അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. വർക്കെല്ലാം ഹൗസ് വാമിങ്ങിന് വന്ന് കണ്ടവർക്കാണെങ്കിലും എല്ലാവരും ഇതാര് ചെയ്തെന്ന് തന്നെ ചോദിക്കുന്ന രീതിയിലേക്ക് മാക്സിമം നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. താങ്ക്സ് ഓൾ RAK team.